അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരൾ രോഗത്തിനെ കുറിച്ചാണ്. കരൾ രോഗം എന്ന് പറയുമ്പോഴേ മുമ്പ് നമ്മൾ പറയുന്നത് മദ്യപാനികളിലാണ് വരുന്നത് എന്നാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കരൾ രോഗം എല്ലാ അഡൾട്ട്സിലും കണ്ടുവരുന്നുണ്ട്. 70% അഡൾട്ട് പോപ്പുലേഷനിൽ ഈ ഒരു ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. 10% ആയിരുന്നു 1980 ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും കൂടി വരുന്ന ഈ ഒരു ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അതിന് 3 പ്രധാന കാരണങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മദ്യം, 2 വൈറൽ ഇൻഫെക്ഷൻ, 3 ഭക്ഷണം. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ആൽക്കഹോൾ, മദ്യപാനമാണ് ഈ ഒരു ലിവർ ഡിസീസ്. മദ്യം കഴിക്കുന്നു, ലിവർ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വൈറസ് അധികം ഡിസ്കസ്ഡ് അല്ല, അധികം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്. പിന്നീട് വരുന്നതാണ് ഭക്ഷണത്തിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ലിവർ ഡിസീസ് വരുന്നത് 40%. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടാക്കുന്ന ലിവർ ഡിസീസ് വരുന്നത് 20 മുതൽ 25% ആളുകളിലാണ്. ഇത് വലിയൊരു അപകടകാരി തന്നെയാണ് ഭക്ഷണത്തിലൂടെ വരുന്ന ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി പെർസെൻറ്റേജ് വൈറൽ ഇൻഡ്യൂസ്ഡ് ആണ്. വൈറൽ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ ആണ്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പാറ്റോ എന്നൊക്കെ പറയുന്നത് ലിവറിനെ സംബന്ധിച്ചതാണ്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ അണുബാധയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ലൂസ് മോഷനൊക്കെ വരുന്നത് ഒരു പക്ഷേ ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണമായിരിക്കാം. എന്നാൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ആയിരിക്കും. ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളൊരു ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഇത് ഫ്ലൂയിഡ്സിലൂടെയൊക്കെ, ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ഇപ്പം മൂക്കിലൂടെ ആയാലും അല്ലെങ്കിൽ സെക്സിലൂടെ ആയാലും സലൈവയിലൂടെ ആയാലും അങ്ങനെ ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ഇനി ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി കൂടുതലായിട്ടും ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് സി വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ആ ഒരു രീതിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം. ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വരാം. ഈ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ ഇവർ അസിംറ്റമാറ്റിക് ആയിരിക്കും. അവർക്ക് സിംറ്റം ഒന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ കൂട്ടർ അവർക്ക് സിംറ്റം ഒന്നും ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് പകർന്ന് കൊടുക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അബ്രോഡൊക്കെ സഞ്ചരിക്കണമെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കും. കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന ഡിസീസൊക്കെയാണ്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നോക്കാറുണ്ട്. ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു ക്രോണിക് ആയിരിക്കും. ഒരുപാട് കാലം എടുത്ത് ഈ ഒരു ഇൻഫെക്ഷൻ കാരണം പിന്നീട് ഫാറ്റി ലിവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അതിനൊരു മാറ്റം വരികയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവർ നോക്കാം. ആൽക്കഹോളിക് ഫാറ്റി ലിവർ 40% ആളുകൾക്കാണ് ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ഇടയ്ക്ക് ഒരുപാട് മദ്യം കഴിക്കുന്നു എന്നുള്ളതല്ല, റെഗുലർ മദ്യം എടുക്കുന്നവർ, അതായത് ദിവസവും ഒരു പെഗ്ഗെങ്കിലും കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസവും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കേടുപാടുകൾ അത് ഒന്ന് പരിഹരിക്കാൻ, ഹീൽ ചെയ്യാനുള്ളൊരു സമയം ആ ഒരു ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാൾ 3 മാസം കഴിഞ്ഞേ വീണ്ടും എടുക്കുന്നുള്ളെങ്കിൽ അവർക്ക് അത്രയ്ക്കൊരു പ്രശ്നം വന്ന് കാണാറില്ല. എന്നാൽ റെഗുലറായിട്ട് ഒരു പെഗ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടു കാണാറുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ മുറിവുകൾ, ക്ഷതങ്ങൾ ലിവറിന് വന്നതിന് ശേഷം പതുക്കെ അതൊരു ഫാറ്റി ലിവറിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ശരീരം എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ലിവറും എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാഹചര്യങ്ങൾ, എൻവിറോൺമെൻറ്റ് അതിനൊക്കെ എതിരായിരിക്കും എപ്പോഴും. അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ കൊടുക്കില്ല. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഒരു മുറിവ് വന്നു തുടങ്ങിയിട്ട് നല്ലൊരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ലിവർ തന്നെ അതിനെ എന്ത് ചെയ്യും, അതിനെ അങ്ങ് പരിഹരിച്ച് ഹീൽ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ എവറി ഡേ ഇങ്ങനെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്.
മാത്രമല്ല ആൽക്കഹോൾ അലോൺ കഴിക്കുന്നവർ കുറവാണ്. അതിന് കൂട്ടത്തിൽ എപ്പോഴും പ്രോസസ്ഡ് ആയിട്ടുള്ള കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ്, ഒരുപാട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്, അങ്ങനെ റിഫൈൻഡ് ഓയിൽസ് ഒത്തിരി അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെയാണ് കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മദ്യപാനിയായിട്ടുള്ള ആളെ ഡിസീസിന് അടിമയാക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഫാറ്റി ലിവറിന് കാരണമാകുന്ന, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാകുന്നത് ഭക്ഷണമാണ്. അമിതമായിട്ടുള്ള ഭക്ഷണം, അതിൽ തന്നെ അമിതമായിട്ടുള്ള അന്നജത്തിൻ്റെ അളവ്. എങ്ങനെയാണ് ഇങ്ങനെ അന്നജം നമുക്കൊരു അപകടകാരി ആവുന്നത്? ഇതിൽ കൊഴുപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, പശു പുല്ലാണ് തിന്നുന്നത്, പച്ച പുല്ലാണ് തിന്നുന്നത്. അതിൻ്റെ പാലിൽ വെണ്ണയും ഉണ്ട്, കൊഴുപ്പുമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ അന്നജം കഴിക്കുമ്പോൾ ലിവറിനകത്ത് ഇത് വെണ്ണയും കൊഴുപ്പും ഒക്കെ ആയി മാറി കൊഴുപ്പ് ആണ് അടിയുന്നത്. അപ്പോൾ അന്നജം കൂടുതൽ കഴിക്കുന്നവർ, ഞാൻ ചോറ് മാത്രമാണ് കഴിക്കുന്നത്, ഞാൻ ചോറാണ് കഴിക്കുന്നത് എന്ന് വീരവാദം പറയുന്നവർ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ അധികം ചോറ് കഴിക്കുന്നുണ്ട്, ആ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകൾ, ഒരുപാട് ഇൻറ്റൻസ് വർക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റി ലിവറിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് അത്രയും ചോറിൻ്റെ ആവശ്യം ഇല്ല, അന്നജത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. വെറുതെ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് അന്നജവും കൂടുതൽ ഫാറ്റും പ്രോട്ടീനും ഒക്കെയാണ് വേണ്ടത്. എന്നാൽ ആ ഒരു രീതിയിലല്ല നമ്മുടെ ഭക്ഷണ രീതി. ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് ഓയിൽസും ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫാറ്റി ലിവറിൻ്റെ മെയിൻ കോസാണ്. പണ്ടുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത് പാലും കൂടുതൽ പ്രോട്ടീനും മീൻ